ഇന്ന് പുലർച്ചെ ഇസ്രായേൽ ഇറാനിലേക്ക് വലിയ ആക്രമണമാണ് നടത്തിയത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ ഇസ്രായേലിനെ തകർക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇസ്രായേൽ എവിടെ നിൽക്കുന്നു, ഇറാൻ എവിടെ നിൽക്കുന്നു? ഇറാൻ എന്ത് പിന്തുണയുണ്ട്, ഇറാൻ്റെ കയ്യിൽ എന്ത് സാങ്കേതിക വിദ്യയുണ്ട്, എത്രത്തോളം ആയുധങ്ങളുണ്ട്? ആകെ ഇറാന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഏക ആയുധം ആണവായുധമാണ്. അവരുടെ കയ്യിൽ യുറേനിയം ഉണ്ട്. അതെങ്ങനെ എത്തി എന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയമാണ്. ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് അവരുടെ ഒരു കേന്ദ്രമുണ്ട്, നതാൻസ്. ആ നതാൻസ് ഈ ആണവ കേന്ദ്രം ഇസ്രയേൽ തകർത്ത് കളഞ്ഞു, മൂച്ചൂട് നശിപ്പിച്ചു. ഈ കേന്ദ്രമില്ലാതെ പിന്നെ അവരെങ്ങനെ യുറേനിയം അവിടെ പ്രോസസ്സ് ചെയ്യും? എങ്ങനെ അത് ഈ ആണവ ആയുധമായിട്ട് ഉപയോഗിക്കാൻ ഇത് തയ്യാറാക്കണമല്ലോ. അത് തയ്യാറാക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഈ നതാൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തെ ഇസ്രായേൽ മുച്ചൂട് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ എന്താണ് ഈ ഇറാൻ ചെയ്യുക? ആകെ ചെയ്യാവുന്ന കാര്യം തുർക്കിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന കുറച്ച് ഡ്രോണുകളുണ്ട്, കുറച്ച് മിസൈലുകളുണ്ട്. അതെല്ലാം എടുത്ത് പ്രയോഗിക്കും. ഇപ്പോൾ ഈ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് 3 പ്രധാന കേന്ദ്രങ്ങളെയാണ്. 1 സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു, 2 മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചു, 3 ആണവ കേന്ദ്രത്തെയും ആക്രമിച്ചു. ഈ 3 കേന്ദ്രങ്ങളെയും ആക്രമിച്ച് നശിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇറാൻ എങ്ങനെ ഇനി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും? എന്നു മാത്രമല്ല, ഇറാൻ്റെ സൈനിക മേധാവി മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഈ ഇറാൻ്റെ ഒരു പ്രത്യേക സേനാ വിഭാഗമുണ്ട്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ തലവൻ ഹുസൈൻ സലോമിയെയും ഇസ്രായേൽ വധിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ പടത്തലവന്മാരെ വധിക്കുക, ഈ ആണവ കേന്ദ്രം ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രവും അതുപോലെ തന്നെ ഈ മിസൈൽ കേന്ദ്രവും ആക്രമിച്ച് നശിപ്പിക്കുക. വാസ്തവത്തിൽ ഇറാൻ സമ്പൂർണമായിട്ടും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. കീഴടങ്ങുക അല്ലാതെ ഇറാന് ഇനി മറ്റു മാർഗങ്ങളില്ല. അപ്പോഴാണ് ഇവിടെ ചിലരൊക്കെ പറയുന്നത് ഇറാൻ തിരിച്ചടിക്കും, ഇസ്രായേൽ നേതാക്കളൊക്കെ ബങ്കറിൽ ഒളിക്കും എന്നൊക്കെ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. എന്തായാലും ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ സമ്പൂർണമായിട്ടും ഇസ്രായേൽ നശിപ്പിച്ചതായിട്ടാണ് ആദ്യം തന്നെ പുറത്തു വരുന്ന വാർത്ത. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളികൾ കരുതും മീഡിയ ഉൾപ്പെടെയുള്ള ചാനലുകൾ പ്രചരിപ്പിക്കുന്നത് ഹമാസ് തന്നെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ അങ്ങനെ തളർന്നിരിക്കുന്ന ഇസ്രായേലിനെ എങ്ങനെ ഈ ഹമാസ് എങ്ങനെ പരാജയപ്പെടുത്തി എന്നാണ് ഇവർ പറയുന്നത്? നിരായുധരായ കുറേ ഒരു സംഗീത നിശയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന, എന്താ പറയുക, അവരുടെ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുറേ ജൂതന്മാരെ തട്ടിക്കൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോയി അവരെ തടവിൽ വെച്ച് കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുന്നു. അതല്ലാതെ ഇസ്രായേലിന് നേരെ ഹമാസിന് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഹമാസിൻ്റെ നേതാക്കളെയും അതിൻ്റെ ഈ ഒളിയുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒട്ടുമുക്കാൽ പേരെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. ഇറാനിലും പാലസ്തീനിലുമൊക്കെ ബങ്കറിൽ ഒളിച്ചിരുന്ന ഈ കൊടും ഭീകരന്മാരെ പോലും ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ പറന്നെത്തി ബങ്കറുകൾക്കുള്ളിലേക്ക് ചെന്ന് അവരെ തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന കാഴ്ച ലോകം മുഴുവനും കണ്ടതാണ്. പക്ഷെ അത് ഈ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ഈ ഇസ്ലാമിക മാധ്യമങ്ങൾക്ക്, മുസ്ലിം മാധ്യമങ്ങൾക്ക്, ദൃശ്യമാധ്യമങ്ങൾക്ക് ഒക്കെ, അൽ ജസീറയ്ക്കൊക്കെ അത് മാത്രം ബോധ്യമാകില്ല. അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞങ്ങൾ വിജയിക്കും, ഈ ഇസ്രായേലിനെ നിലംപരിശാക്കുമെന്നാണ്. പണ്ട് കുരിശ് യുദ്ധത്തിൽ നമുക്കറിയാം, യൂറോപ്പിൻ്റെ അടുത്ത് കളിക്കാൻ പോയ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഗതി എന്തായി എന്ന് നമ്മൾ ചരിത്രത്തിലുള്ളതാണ്. ഇതൊന്നും ആരും കൃത്രിമമായി നിർമ്മിച്ചതല്ല. ഇത് ചരിത്ര സത്യങ്ങളാണ്. അള്ളാഹു മലക്കുകളെ ഇറക്കും, മലക്കുകൾ ശത്രുക്കളെ, കാഫിറുകളെ എല്ലാം കൊന്നൊടുക്കും, ജൂതന്മാരെ കൊന്നൊടുക്കും എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഈ ആധുനിക കാലത്ത് എത്രത്തോളം ശരിയാണെന്ന് അവർ ആലോചിക്കട്ടെ. അതൊക്കെ അവരുടെ വിശ്വാസം. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇവിടെ ഇപ്പോൾ ഇറാനിലെ ആണവശാസ്ത്രജ്ഞരെ അടക്കം തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. ഇനി ഇറാൻ ഇസ്രായേലിനെ എന്ത് ചെയ്യും എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തെങ്കിലും ചെയ്യാനുള്ള കരുത്ത് ഇറാന് വേണ്ടേ? അങ്ങനൊരു കരുത്തിപ്പോൾ ഇറാനില്ല. ഈ ഇറാനിലെ ഭരണ നേതൃത്വം പരക്കം പായുകയാണ്.
അവർക്ക് യാതൊരു ഭാവിയെക്കുറിച്ച്, അതായത് ഈ ഇസ്രായേലിനെതിരായ ഒരു യുദ്ധം എങ്ങനെ നയിക്കണമെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയാണ്. അവിടുത്തെ ഈ മതപുരോഹിതന്മാരുടെ ഭരണകൂടമാണ് ക്ലർജികൾ എന്ന് പറയും. ഈ ക്ലർജികൾക്ക് ഈ പറയുന്നത് പോലെ മതപരമായ അറിവല്ലാതെ ആധുനിക ലോകത്തെക്കുറിച്ചോ ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു ധാരണയുമില്ല. പിന്നെ ആകെ ചെയ്യാം, ചാവേറുകളെ, ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ചാവേറുകളെ പറഞ്ഞുവിടാം. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് സംഭവം നടന്നതിന് ശേഷം പറയാം. കാരണം ഇസ്രായേലിൻ്റെ പ്രതിരോധം അത്ര കുറ്റമറ്റതാണ്, പിഴവില്ലാത്തതാണ്. അവർക്കിതൊന്നും കൈകാര്യം ചെയ്യാൻ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. നോക്കൂ, അവരുടെ ചാരസംഘടന മൊസാദ് എത്ര ശക്തമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സൈനിക മേധാവി മുഹമ്മദ് ബഗേരിയുടെയും അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ തലവൻ ഹുസൈൻ സലോമിയുടെയും മരണം വ്യക്തമാക്കുന്നത്. അവരൊക്കെ എവിടെയാണ് കഴിയുന്നത്, എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ എവിടെയാണ് അവർ സുരക്ഷിതമായിട്ട് പാർക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ എത്തി ഇവരെയൊക്കെ വധിക്കാൻ സാധിച്ചെങ്കിൽ, ഈ നദാൻസ് എന്ന് പറയുന്ന ആണവ നിലയം, അത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന നദാൻസിനെ മുച്ചൂട് നശിപ്പിച്ച് കളയാൻ ഇസ്രായേലിന് സാധിച്ചെങ്കിൽ അത് മൊസാദിൻ്റെ മിടുക്കാണ്. മൊസാദിനെ നമ്മൾ അംഗീകരിക്കണം. ഇവിടെ ആ മൊസാദിൻ്റെ 7 അയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഇറാൻ. ഈ 10,000 പരിശ്രമങ്ങൾ നടത്തുമ്പോൾ പല യുദ്ധമുഖങ്ങളിൽ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ എത്ര നാൾ ഇനി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും അവർക്ക്? അത്രത്തോളം. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കും? ഈ ഇസ്രായേലിനെ അമേരിക്ക സമ്പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു. വാസ്തവത്തിൽ ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇറാനെ അടിച്ചിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഒരു വളഞ്ഞ വഴി അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഇറാനെ പോലെയുള്ളവർക്ക് ഒരു കാലത്ത് പാകിസ്ഥാൻ വഴി ആയുധങ്ങൾ കൊടുക്കുകയും ആണവ രഹസ്യം ചോർത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തതും അതിൻ്റെയൊക്കെ പുറകിൽ അമേരിക്കയുടെ ബുദ്ധിയാണ്. മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അമേരിക്ക തന്നെയാണ് ലോകത്ത് അശാന്തി വിതച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ ആയുധ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഈ അമേരിക്കയുടെ ദുഷ്ടബുദ്ധിയാണ് അതിന് പോയി തലവെച്ച് കൊടുക്കുകയാണ് ഇറാനും പാകിസ്ഥാനും ഒക്കെ. എന്തുകൊണ്ട് ഇന്ത്യയുടെ അടുക്കൽ അത് നടക്കുന്നില്ല? എന്തുകൊണ്ട് അത് മറ്റേതെങ്കിലും ഒരു ഈ പറയുന്നത് പോലെ റഷ്യയുടെ അടുക്കലോ മറ്റോ അത് നടക്കുന്നില്ല? ഈ പറയുന്നത് ഈ റഷ്യ ഉക്രൈൻ പോരാട്ടത്തിൻ്റെ പുറകിലും അമേരിക്കയ്ക്ക് ഒരു പങ്കില്ലേ? അമേരിക്കയല്ലേ ഉക്രൈനെ സ്ക്രൂ ചെയ്ത് ഇതിലേക്ക് ഇറക്കിയത്? എന്നിട്ടിപ്പോൾ ഉക്രൈൻ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. അമേരിക്കയിൽ ഭരണമാറ്റവും വന്നു. ട്രംപ് പറഞ്ഞു പോയി പണി നോക്കട, എനിക്കിതിനൊന്നും സമയമില്ല എന്ന്. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും അവിടുത്തെ ചാരസംഘടനയായ CIA ഒക്കെ തുടരുന്ന നയമാണ്. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഈ ഇറാൻ പോയി അതിന് തലവെച്ചു കൊടുത്തു. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിനോട്, ഒരു പരമ്പരയോട്, ജൂത പരമ്പരയോട് മുട്ടാൻ പോയി ഇറാൻ എന്താണ് സംഭവിച്ചത്? ഇറാനെ സമ്പൂർണ്ണമായിട്ടും നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഇറാനിയൻ ജനതയോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, അവരോട് വെറുപ്പില്ല, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം. ഈ ക്ലർജികൾ മത പുരോഹിത ഭരണകൂടത്തിൽ നിന്ന്, ആ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ മോചിപ്പിക്കും എന്നാണ് നെതന്യാഹു നേരത്തെ പറഞ്ഞത്. അത് 2024 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ ഇറാനിൽ കയറി അടിച്ചത് നമ്മൾ കണ്ടതാണ്. അന്ന് ലോകത്തിന് മുന്നിൽ നെതന്യാഹു കൊടുത്ത ഉറപ്പാണ്, ഇറാനെ ഞങ്ങൾ മോചിപ്പിക്കും, ഈ ഭീകര ഭരണകൂടത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കും എന്ന്. അത് നെതന്യാഹു ഇപ്പോൾ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സമ്പൂർണ്ണമായിട്ടും ഇറാൻ്റെ നാശം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഇനി സംഭവിക്കാനുള്ളത് ആ ഭരണകൂടത്തെ അവിടെ നിന്ന് തൂത്തെറിഞ്ഞ് പകരം അവിടെ ലോകമെങ്ങുമുള്ള ജനാധിപത്യ സംവിധാനം അത് ഇറാനിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അതിലേക്കായിരിക്കും ഇനി ഇസ്രായേൽ ശ്രദ്ധിക്കുക. അതിന് അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ടാവും, ഒരു സംശയവുമില്ല. UN അടക്കമുള്ള ഒരു ഏജൻസികൾക്കും ഇസ്രായേലിനെ നിയന്ത്രിച്ച് നിർത്താനോ തടയാനോ കഴിയില്ല. ആ വാക്കുകളൊന്നും ഇസ്രായേൽ വകവയ്ക്കുകയില്ല. പുല്ലുവില കൽപ്പിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോകും എന്ന് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.